വീഡിയോ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ടാഗ് ചെയ്തെടുത്തേക്ക് കേട്ടോ. വീട്ടിൽ വണ്ടി ഉണ്ടോ? അച്ഛൻ്റെ അമ്മേൻ്റെ ആരെങ്കിലും നമ്മളെ കയ്യിൽ നിന്ന് വണ്ടി കടം മേടിച്ചുകൊണ്ട് പോകണം. 3 ടൈപ്പ് ആൾക്കാരുണ്ട്. ഒന്നാമത്തെ ആള് മാന്യനാണ്. തിരിച്ചു കൊണ്ടു തരുമ്പോൾ നല്ലോണം പെട്രോൾ അടിച്ചിട്ട് മാന്യമായിട്ട് തിരിച്ചേൽപ്പിക്കുന്ന ഒരു മാന്യൻ. 2, ഒരു കയ്യിൽ നിന്ന് പൈസ ഇട്ടിട്ട് പെട്രോളും അടിക്കില്ല. നമ്മളെ വണ്ടിയിലുള്ള പെട്രോൾ മൊത്തം ഒരു ഉപയോഗിച്ചിട്ട് ഊട്ടിയിട്ട് വറ്റിച്ചിട്ട് കൊണ്ടുപോയിട്ട് വരുന്ന തെണ്ടികൾ. 3ാമത്തെ ആൾക്കാർ നമ്മളെ വണ്ടിയിലുള്ള പെട്രോൾ ഒരു ഫുള്ള് ഉപയോഗിക്കും. എന്നിട്ട് ഒരു 1000 ഉറുപ്പിക്ക് വേറെ അടിക്കും. 1000 ഉറുപ്പിക്ക് അടിച്ച പെട്രോളാണ്, തീർത്തിട്ട് കൊടുക്കാൻ പറ്റില്ല. 1000 ഉറുപ്പിന്റെ പെട്രോളാണ്. ഒരടിച്ച പെട്രോൾ കുറച്ച് ബാക്കിയുള്ളതുകൊണ്ട് അതും കൂടി ഫുള്ള് വറ്റിക്കാൻ വേണ്ടി തീർക്കാൻ വേണ്ടിയിട്ട് ഒരു 10 റൗണ്ട് വേറെ അടിച്ചിട്ട് അങ്ങനെ 1000 ഉറുപ്പിന്റെ പെട്രോളും കംപ്ലീറ്റ് തീർത്തിട്ട് വരണ്ട ടാങ്കുമായിട്ട് തിരിച്ച് നമ്മളെ ഏൽപ്പിക്കുന്ന 3ാമത്തെ പരമനാറികൾ. അല്ല, നമ്മളെ റോൾ എന്താ? ലോൺ എടുത്തു, ജോലി എടുക്കണതന്നെ ശരിക്കും പറഞ്ഞാൽ കാറിന്റെ EMI അടയ്ക്കാനാണെന്ന്. നമ്മള് സർവീസിന് ഒരു വലിയൊരു എമൗണ്ട് കൊല്ലം അത് കൊടുക്കും. വണ്ടി കഴുകണം, വണ്ടിക്ക് മണത്തിനുള്ള സാധനങ്ങൾ മേടിക്കണം, വണ്ടിന്റെ സീറ്റ് അടിക്കണം. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഞാൻ അടുക്കളയിൽ 3ാമത്തെ 2ാമത്തെ ടീംസിന് വണ്ടി കൊടുക്കുമ്പോൾ 2 ദിവസത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ 2 ദിവസത്തിന്റെ വാടക റെന്റ് നമ്മൾ മേടിക്കണം. 1000 ഉറുപ്പിക്ക് വില ഒരുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അടയ്ക്കുന്ന ലോണിനും സാധനങ്ങൾക്കും നമുക്ക് വില ഉണ്ടാവാൻ പാടില്ല. പെട്രോൾ എങ്ങനെ അടിച്ചു കൊണ്ട് തന്നൂടെ? വറ്റിച്ച് കൊണ്ടുതരുമ്പോ ഇങ്ങോട്ട് കാണിക്കാത്തൊരു 1000 ഉറുപ്പിക്ക് പെട്രോൾ ഇങ്ങോട്ട് അടിച്ചിടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ലോണൊക്കെ അടച്ചിട്ട് കൊണ്ടുപോയി നടക്കണ വണ്ടി എന്തെങ്കിലും 1, 2, 3, 4, 5 ദിവസത്തേക്ക് വെറുതെ കൊടുക്കേണ്ട ആവശ്യം വാടകയ്ക്കേ കൊടുക്കുള്ളൂ. ഇനി മുതൽ വാടകയ്ക്ക് കൊടുക്കും.